പരമോന്നതമായ ഈ നിയമനിർമ്മാണ സഭയുടെ അധികാരിയായി ചുമതലയേറ്റ ബഹുമാന്യനായ സ്പീക്കർക്ക് ആദ്യം തന്നെ എൻ്റെയും എൻ്റെ പ്രസ്ഥാനത്തിൻ്റെയും അഭിനന്ദനം രേഖപ്പെടുത്തുന്നു. അങ്ങയെക്കുറിച്ച് വളരെ ദീർഘമായി എനിക്ക് മുന്നേ സംസാരിച്ചവർ പറഞ്ഞു. ദീർഘകാലത്തെ പൊതുപ്രവർത്തന രംഗത്തെ അനുഭവം, ദീർഘകാലം ഒരു MLA എന്ന രീതിയിലുള്ള അങ്ങയുടെ ഏറ്റവും മാതൃകാപരമായ പ്രവർത്തനത്തെക്കുറിച്ചും ഇവിടെ സൂചിപ്പിച്ചു. ഏറ്റവും ആദ്യം ചാത്തന്നൂരിനെ പ്രതിനിധീകരിച്ച് MLA ആയി ഇവിടെ വരുമ്പോൾ അങ്ങേക്കെതിരെ മത്സരിക്കാനും അങ്ങേക്കെതിരെ അഭിനന്ദിച്ചുകൊണ്ട് സംസാരിക്കാനും അവസരം കിട്ടിയത് ഒരു ഭാഗ്യമായിട്ട് ഞാൻ കണക്കാക്കുകയാണ്. BJPയുടെ ഒരു പ്രതിനിധി ഈ നിയമസഭാ സ്പീക്കർ സ്ഥാനത്തേക്ക് ഇതിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് മത്സരിക്കുന്നതെന്ന പ്രത്യേകത കൂടിയുണ്ട്. ഒപ്പം അങ്ങ് കാട്ടിയിട്ടുള്ള ചില മാതൃകകൾ, ഒരു മന്ത്രി എന്ന രീതിയിൽ അങ്ങ് എടുത്തിട്ടുള്ള തീരുമാനങ്ങൾ, ഒരു നിയമസഭാ സാമാജികൻ എന്ന രീതിയിൽ ഒരു നിയമനിർമ്മാണ സഭയിൽ എങ്ങനെയാണ് തൻ്റെ ഉത്തരവാദിത്തം കാണിക്കേണ്ടത് എന്നതടക്കം നേരത്തെ ഇവിടെ പറഞ്ഞു. അടൂരടക്കമുള്ള മുമ്പ് മത്സരിച്ച് വിജയിച്ച നിയമസഭയിലും ആ നിയമസഭാ മണ്ഡലത്തിലും പിന്നീടും പോകുക എന്ന് പറയുന്നത് അദ്ദേഹം പറഞ്ഞതുപോലെ അങ്ങയുടെ ഏറ്റവും വലിയ പ്രതിബദ്ധതയാണ് കാണിക്കുന്നത്. ഞാനൊരു മാധ്യമ വാർത്തയാണ് ഇപ്പോൾ ഓർക്കുന്നത്. അങ്ങ് MLA ആയിരിക്കുമ്പോൾ കേരള നിയമസഭയിൽ ഒരു സബ്മിഷൻ ഉന്നയിക്കുകയുണ്ടായി. അന്ന് സ്പീക്കറായിരുന്നയാൾ ചട്ടം പാലിച്ചല്ല ഉന്നയിക്കുന്നത്, അതുകൊണ്ട് നിയമസഭാ രേഖകളിൽ അത് കാണില്ല എന്ന് പറഞ്ഞു. അങ്ങ് വളരെ രസകരമായൊരു മറുപടി പറഞ്ഞു. ആ രേഖകൾ കാണാൻ വേണ്ടിയല്ല ഞാൻ പറയുന്നത്, മറിച്ച് ജനങ്ങളുടെ കാര്യങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി പറയുന്നൊരു വേദിയാണ് എന്നങ്ങ് പറഞ്ഞ മറുപടിയുണ്ട്. ഞങ്ങൾക്ക് അതുതന്നെയാണ് പറയാനുള്ളത്. ജനങ്ങൾക്ക് വേണ്ടി ഈ നിയമസഭയിൽ പറയുമ്പോൾ അത് 3 അംഗങ്ങൾ മാത്രമേ ഉള്ളൂ എന്നതിനപ്പുറം പറയപ്പെടുന്ന കാര്യങ്ങളുടെ പ്രസക്തി കൂടി ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. ഒപ്പം ഇവിടെ നേരത്തെ സൂചിപ്പിച്ചു, അങ്ങ് ആഭ്യന്തര വകുപ്പിൻ്റെ ചുമതല കേരളത്തിൻ്റെ സമീപകാലത്തെ എക്കാലത്തെയും ജനകീയനായ നേതാവ് ശ്രീ ഉമ്മൻചാണ്ടിയുടെ ഏറ്റവും അടുത്ത വിശ്വസ്തൻ എന്ന പരിഗണന കൂടി അദ്ദേഹത്തിനുണ്ട്. ഒപ്പം മന്ത്രി പദവിയിലേക്ക് കടന്നു വരുമെന്നുള്ള ചർച്ചയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ നിയമസഭയുടെ സ്പീക്കറായി കടന്നു വരുന്നു. കേരളത്തിൽ ഒരുപാട് രാഷ്ട്രീയ കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ട്. പക്ഷേ പൈശാചികമായ ഒരു രാഷ്ട്രീയ കൊലപാതകത്തിൻ്റെ പ്രതികളെ മാത്രമല്ല, അതിൻ്റെ പിന്നിൽ ഗൂഢാലോചന നടത്തിയവരെ വരെ ഒരു ആഭ്യന്തര വകുപ്പ് മന്ത്രി എന്ന രീതിയിൽ പുറത്തു കൊണ്ടുവരാൻ അങ്ങ് പരിശ്രമിച്ചിട്ടുണ്ട്. അതടക്കമുള്ള ഏറെ കാര്യങ്ങൾ അങ്ങക്ക് മുന്നിലുണ്ട്. അതുകൊണ്ട് തന്നെ ഈ നിയമനിർമ്മാണ സഭയിൽ 137 ഇപ്പോഴത്തെ തിരുതി വെച്ചെങ്കിൽ +3 അങ്ങനെയാണ് നിൽക്കുന്നത്. ഈ 3 പേരുടെയും കൂടി എല്ലാ കാര്യങ്ങളും ഈ നിയമനിർമ്മാണ സഭയിൽ ഉന്നയിക്കുവാനുള്ള അവസരം കൂടി അങ്ങയുടെ ഭാഗത്തുനിന്നുണ്ടാവണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഒരിക്കൽ കൂടി ഈ പരമോന്നത പദവിയിൽ ഏറ്റവും നല്ല രീതിയിൽ ശോഭിക്കുവാൻ അങ്ങേ കഴിയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവിധമായ അഭിനന്ദനങ്ങളും ഒരിക്കൽ കൂടി എൻ്റെയും എൻ്റെ പ്രസ്ഥാനത്തിൻ്റെയും പിന്തുണ അടക്കം അറിയിച്ചുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു.